ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അൻഷത് വെള്ളിമല. അപ്പോൾ ഹെൽമെറ്റും ഈ ഗ്ലാസും ഗ്ലൗസും ഒക്കെ ഇട്ടിട്ട് എങ്ങോട്ടാണ് എന്നൊരു ഡൗട്ട് ഉണ്ടായിരിക്കും എല്ലാവർക്കും അല്ലേ? ഓക്കെ, ഞാൻ എവിടെ നിന്ന് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഉള്ളത് തെന്മലയിലാണ്. തെന്മല ഡാം. ഓക്കെ, തെന്മല ഡാമിൻ്റെ ആ ഒരു പാലത്തിൻ്റെ മുകളിലാണ് ഞാനുള്ളത്. ഇവിടെയാണ് നമ്മുടെ ഈ കഴിഞ്ഞ പ്രളയ സമയത്ത് ആൾക്കാർ ചാടി മീനൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്ന ആ പാലമാണ് ഈ കാണുന്നത്. സോഷ്യൽ മീഡിയയിലെല്ലാം ഒരുപാട് പേര് കണ്ട ഒരു വീഡിയോ ആണത്. കാരണം ഇവിടുന്ന് മുകളിൽ നിന്നാണ് താഴേക്ക് ചാടി മീനുകളെ പിടിച്ചുകൊണ്ടിരുന്നത്. ആ ഷട്ടറിൽ നിന്ന് മീനുകൾ എന്താ പറയുക ആടി പറ്റി വരുമ്പോൾ അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ താഴേക്ക് ചാടിയിട്ടായിരുന്നു. ആ സംഭവം അത് വീഡിയോ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയൊരു വീഡിയോ കൂടിയാണ്. ഓക്കെ, ഞാൻ ഈ സ്ഥലം ഒന്ന് കാണിക്കാം. ഇത് നമ്മുടെ തെന്മല ഇക്കോ ടൂറിസം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. ഇവിടെ ഇതാണ് സ്പോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ടെൻറ്റഡ് ക്യാമ്പിംഗ് ഒരു സൈറ്റുണ്ട് അമ്പൂരി എന്ന് പറയുന്ന സ്ഥലത്ത്. നെയ്യാർ ഡാമിൽ നിന്നൊരു 10 കിലോമീറ്റർ ദൂരത്തിലാണ്. അങ്ങോട്ടേക്ക് പോകാനുള്ള ഒരു ഇതിലിറങ്ങിയതാണ്. അപ്പോൾ നമ്മുടെ തുടക്കം എവിടെ നിന്നാണെന്ന് നിങ്ങളൊന്ന് കണ്ടിട്ട് വരിക. അപ്പോൾ അതിനുശേഷം ഞാൻ ബാക്കിയുള്ള ഓരോ സ്ഥലങ്ങൾ എവിടെ നിന്നാണിത് പോകുന്നതും എന്നൊക്കെയുള്ളത് അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കാം. ഓക്കെ. തൂക്കുപാലത്തിൻ്റെ നാടായ പുനലൂർ നിന്നുമാണ് ഞാൻ ഈ യാത്ര തുടങ്ങിയത്. ഇവിടെ നിന്നും കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ കൂടി എൻ്റെ സ്ഥലമായ വെള്ളിമല, ഇടമൺ, ഉറുകുന്ന്, ലുക്കൗട്ട്, ഒറ്റക്കൽ വഴി 10 ഏക്കർ എത്തുമ്പോൾ റോഡ് രണ്ടായി തിരിയുന്നു. ഇതിൽ വലത്തേക്കുള്ള റോഡിൽ കൂടി തെന്മല ഡാം ജംഗ്ഷനിലെത്തി വലത്തേക്ക് വീണ്ടും തിരിഞ്ഞ് കല്ലടയാറിൻ്റെ കുറുകെയുള്ള പാലത്തിൽ കയറണം. ഇതിൽ ഒരു കാര്യം എടുത്തു പറയാനുള്ളത്, ഈ വന്ന വഴിയിലാണ് ഞങ്ങൾ തെന്മലക്കാരുടെ അഭിമാനമായ ലുക്കൗട്ട് വ്യൂ പോയിൻ്റ്, അതുപോലെ ഒറ്റക്കൽ മാൻ പാർക്ക്, തെന്മല ഇക്കോ ടൂറിസം എന്നിവ സ്ഥിതി ചെയ്യുന്നത്. ഇതുവഴി യാത്ര ചെയ്യുന്നവർ ഉറപ്പായും ഈ സ്ഥലങ്ങൾ സന്ദർശിക്കുക തന്നെ വേണം. കാരണം അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല, നേരിട്ട് കണ്ടു തന്നെ മനസ്സിലാക്കണം. തെന്മല ഡാം ജംഗ്ഷനിൽ നിന്നും കുളത്തൂപ്പുഴ വഴി മടത്തറ എത്തി ഇടത്തേക്ക് തിരിഞ്ഞ് പാലോട്, നന്ദിയോട് വഴി ചുള്ളിമാനൂരെത്തി വീണ്ടും ഇടത്തേക്ക് തിരിഞ്ഞ് ആര്യനാടെത്തിയപ്പോൾ എൻ്റെ ഫ്രണ്ട് അഭിജിത്ത് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവനെയും പിക്ക് ചെയ്ത് അവിടെ നിന്നും കുറ്റിച്ചൽ നെയ്യാർ ഡാം വഴിയാണ് അമ്പൂരിയിലേക്ക് എത്തിയത്. അവിടെ നിന്നും കുറച്ചുകൂടി മുൻപിലേക്ക് പോയി റോഡ് അവസാനിക്കുന്നിടത്ത് വണ്ടി പാർക്ക് ചെയ്ത് അവിടെ നിന്നും 2 കിലോമീറ്റർ കൊടുങ്കാട്ടിൽ കൂടി ട്രക്ക് ചെയ്താണ് ടെൻറ്റ് ക്യാമ്പിംഗ് സൈറ്റിലേക്ക് ഞങ്ങളെത്തിയത്. അപ്പോഴേക്കും രാത്രി 8 മണിയായിരുന്നു. ബാക്കി കാര്യങ്ങൾ നമുക്ക് വീഡിയോയിൽ കാണാം. ഈ പോകുന്ന വഴിയിലാണ് പാലോട് ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. ഈ ഇടത്ത് സൈഡിൽ കാണുന്നതാണ് പാലോട് ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നെയ്യാർ ഡാമിൻ്റെ ഫ്രണ്ടിലാണ്.
നമ്മൾ ഈ ഡാം ക്ലോസ് ചെയ്താണ് നമ്മളങ്ങോട്ടേക്ക് പോകുന്നത്, അമ്പൂരിലേക്ക് പോകുന്നത്. കണ്ടോ, ഭയങ്കര രസമാണ്. അപ്പോൾ ഫുള്ള് ഷട്ടറും തുറന്നു വിട്ടിരിക്കുകയാണ്. അപ്പം എനിക്ക് തോന്നുന്നു നല്ല വെള്ളമുണ്ട്, മുകളിൽ നിന്ന് തന്നെയാണ് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നല്ല ഡാമിൽ നല്ല വെള്ളം ഉണ്ടെന്ന് തോന്നുന്നു. നല്ല സ്ഥലമാണ് ഇവിടെ, അടിപൊളിയാണ് കാണാൻ, നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അപ്പോൾ ഞാനവിടെ നിന്ന് വന്നിട്ട് നന്ദിയോട് കഴിഞ്ഞ് അതുപോലെ ചുള്ളിമാനൂർ എത്തി. ചുള്ളിമാനൂരിൽ നിന്ന് ഇടത്ത് തിരിഞ്ഞൊരു ഷോർട്ട് കട്ട് വഴി എടുത്തു, ഒരു ഓട്ടോക്കാരൻ പറഞ്ഞു തന്നു. അങ്ങനെ ഷോർട്ട് കട്ട് വഴി എടുത്ത് ഞാൻ ആര്യനാടെത്തി. അബീത്ത് അവിടെ വെയിറ്റിങ്ങിലായിരുന്നു. അപ്പോൾ അബീത്ത് ആരാന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, അമ്പൂരിയിൽ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ടെൻറ്റഡ് ക്യാമ്പിംഗ് ഒരു സ്ഥലമുണ്ട്, അവിടെ പോകണമെന്നാണ് ഞാൻ പറഞ്ഞത്, ഇൻട്രോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് അഭിജിത്ത്. അഭിജിത്ത് ഹായ് പറഞ്ഞല്ലേ. അപ്പോൾ അഭിജിത്തിനെ പിക്ക് ചെയ്തിട്ട് ഞാൻ നേരെ അവിടെ നിന്ന് വിടുകയായിരുന്നു. കാരണം ഇനിയിപ്പോൾ ഞങ്ങൾ ആദ്യ സ്ഥലത്ത് നിർത്തുന്നില്ല, പറ്റുന്നിടത്തൊക്കെ വീഡിയോ എടുക്കുന്നുള്ളൂ. കാരണം നേരെ ഏകദേശം ഇരുട്ടാറായി, അതുപോലെ ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ നേരെ ഇനി അങ്ങോട്ട് പോവുകയാണ്. ബാക്കിയെല്ലാം നമ്മൾ സൈറ്റിലോട്ട് എത്തിയിട്ട് കാണാം. ഓക്കെ, ഇടയ്ക്ക് പറ്റുമ്പോൾ വീഡിയോസ് എടുക്കാം. ഇത് ആക്ച്വലി നെയ്യാർ ഡാമിൻ്റെ റിസർവോയറാണ് ഈ കാണുന്നത്. നമ്മൾ നെയ്യാർ ഡാമിൻ്റെ ഗേറ്റ് കണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ അപ്പുറത്തുള്ള റിസർവോയറാണ് ഈ കാണുന്നത്. ആണോ, നല്ല രസമാണ്, നല്ല വ്യൂ ആണ് സ്ഥലം. ഇവിടെയാണ് ഇടയ്ക്ക് വന്നിട്ട് സോഷ്യൽ മീഡിയയിലും ന്യൂസിനകത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ, അത് കണക്ക് കുറച്ച് പയ്യന്മാർ ബൈക്കിൽ വന്നിട്ട് സ്റ്റണ്ട് കാണിച്ചു. അപ്പോൾ സ്റ്റണ്ട് കാണിച്ചത് ആ സമയത്ത് ഒരു ബുള്ളറ്റ് വന്നിട്ട് ഒരു പയ്യനെ ഇടിച്ചിട്ട് അവൻ്റെ കാലൊടിഞ്ഞു, അങ്ങോട്ട് സംഭവം ഉണ്ടായിരുന്നല്ലോ. ആ ഒരു സ്പോട്ടാണിത്. കേട്ടോ, നല്ല രസമാണ്. അങ്ങോട്ടേക്ക് പോകുന്നില്ല, അവിടെ ആൾക്കാരൊക്കെ ഒളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ ക്യാമറ കൊണ്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവർ ചീത്ത വിളിക്കും, അവിടെ അങ്ങോട്ട് പോകുന്നില്ല. ഓക്കെ, അപ്പോൾ ഏകദേശം സമയം ഇരുട്ടാറായി. അപ്പോൾ നമ്മൾ ഇനി ഇവിടുന്ന് അങ്ങ് ഉള്ളിലേക്ക് കയറുമ്പോൾ മിക്കവാറും ഇരുട്ടും, അതുകൊണ്ട് ഇനിയിപ്പം വീഡിയോ എടുക്കാൻ നിൽക്കുന്നില്ല. ഞങ്ങൾ നേരെ വിടുകയാണ്. ഓക്കെ, നമുക്ക് ഇങ്ങോട്ടേക്കാണ് പോകേണ്ടത്. നേരെ ഇവിടുന്ന് അമ്പൂരി, എന്നിട്ട് അമ്പൂരിയിൽ നിന്ന് വീണ്ടും കുറച്ച് ദൂരം കൂടി പോകാനുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കിയെല്ലാം പോകുന്ന വഴിക്ക് പറ്റുന്നിടത്ത് നമുക്ക് നിർത്തി വീഡിയോസൊക്കെ എടുക്കാം. അങ്ങനെ ഞങ്ങൾ ആ മല കയറി ഏകദേശം ഒരു പകുതിയോളം എത്തി. നല്ല ഓഫ് റോഡാണ്. ഓഫ് റോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി നല്ല നടന്നാൽ വന്നത്, പക്ഷേ സൂപ്പർ സ്ഥലമാണ്. പകൽ കാണിച്ചു തരാം. ഇത് അങ്ങോട്ടേക്ക് ഇവിടെ ഒരു കുറച്ച് പാറയും സംഭവങ്ങളൊക്കെ ഉണ്ട്, കാണിക്കാതെ. ഇതാണ് നല്ലൊരു അരുവിയാണ്, നല്ല പാറക്കൂട്ടവും ഒക്കെ ഉണ്ട്. നല്ല അടിപൊളി വൈബാണ് ഇവിടെ. ഉണ്ടോ, നല്ല പാറയൊക്കെ, ഭീകര അന്തരീക്ഷമാണ്. ഞാനും അഭിജിത്തും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സ്ഥലം പകൽ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. പക്ഷേ രാത്രി ഇവിടുത്തെ അന്തരീക്ഷം ഒരുവിധപ്പെട്ട ആൾക്കാരൊന്നും വന്നിവിടെ ഇരിക്കത്തില്ല. കാരണം അതുപോലത്തെ ഒരു സ്ഥലമാണ്, കൊടും കാട്ടിൻ്റെ നടുവിലൂടെ. വേറൊരു മനുഷ്യനില്ല, ഒരു വീടോ ഒന്നുമില്ല. അങ്ങനെ ഞങ്ങൾ കയറി വന്ന ഒരു സ്ഥലമാണ്. നോക്കട്ടെ, ബാക്കി മുമ്പോട്ട് പോകുന്നത് കാണാം. ആണല്ലേ, അത് സൂപ്പർ സ്ഥലമാണ്. പോവാം. അങ്ങനെ ഞങ്ങൾ നമ്മുടെ ആ ക്യാമ്പ് സൈറ്റിലെത്തി. ഇവിടെ കയറി വരുന്ന ഭാഗം കാണിച്ചായിരുന്നല്ലോ, കുറച്ചൊക്കെ കാണിച്ചു. ബാക്കിയൊക്കെ പകൽ കാണിച്ചു തരാം. കാരണം ആ ഒരു ഭാഗത്ത് വീഡിയോ എടുത്തുകൊണ്ട് നടപ്പൊന്നും എളുപ്പമല്ലായിരുന്നു. നമ്മുടെ എവിടെ എത്തി, ഇവിടെ ഒരു ഷെഡുണ്ട്, ആ ഷെഡൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇവിടെ ഒരു ടെൻറ്റ് ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള ടെൻറ്റിൻ്റെ ഐറ്റംസൊക്കെ ഇവിടെ ഉണ്ട്. ഇനിയിപ്പോൾ നാളെ രാവിലെ എല്ലാം ഒന്ന് നോക്കണം. കാരണം കഴിഞ്ഞ ഒരു 2-3 മാസമായിട്ട് ഇത് ക്ലോസ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. ഇവിടെ മറ്റുള്ള ശല്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് സാധനങ്ങൾക്കൊന്നും പ്രശ്നമില്ല. പിന്നെ ചെറിയ എലി അതും ഇതൊക്കെ ഇവിടെയൊക്കെ കയറിയിട്ടുണ്ട്, അതേ ഉള്ളൂ പ്രശ്നം. ഞങ്ങളെന്തായാലും ഒന്ന് നാളെ രാവിലെ എല്ലാം ഒന്ന് ക്ലിയറാക്കി എടുക്കാമെന്നുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ വന്നിട്ട് ചിക്കനെ കൊണ്ടുവന്നു. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് ക്ലിയറാക്കി. ഇവിടെ ഒരു കിണറുണ്ടല്ലേ, നല്ല വെള്ളമാണ്. അപ്പോൾ അതൊന്ന് ക്ലിയറാക്കി എടുത്തിട്ട് ഇടിയലും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. എല്ലാം ഒന്ന് സെറ്റാക്കിയുണ്ട്. ബാർബിക്യൂവിനുള്ള പരിപാടി നോക്കാനാണ്. പിന്നെ ചപ്പാത്തി ലാസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഞങ്ങളതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഞങ്ങൾ വന്ന് അത്യാവശ്യം ഒന്ന് സെറ്റാവാനുള്ള പരിപാടിയൊക്കെ നോക്കുകയാണ്. ആ കൂട്ടത്തിൽ ചെറുതായിട്ട് വിശപ്പ് വന്നു. അപ്പം അഭിജിത്തിൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്,
പീനട്ട് മസാല ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. കണ്ടോ, കപ്പലിൻ്റെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ വന്നിട്ട് അത്യാവശ്യം പാത്രമൊക്കെ ഒന്ന് വാഷ് ചെയ്തെടുത്തു. കാരണം കുറച്ച് ദിവസമായിട്ട് അനങ്ങാതെ കിടന്നതായതുകൊണ്ട് എല്ലാമൊക്കെ ഒന്ന് വൃത്തിയാക്കി. അപ്പോൾ അബീത്ത് പീനട്ട് മസാലയൊക്കെ ഉണ്ടാക്കുകയാണ്. അബീത്തിൻ്റെ കയ്യിലൊരു എമർജൻസി ലാമ്പുണ്ട്, സെറ്റപ്പ് ലാമ്പ് കേട്ടോ, ഞാനത് കാണിക്കാം പിന്നീട്. അപ്പോൾ ഞാൻ ഇന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ വലിയ സാധനങ്ങളൊന്നുമില്ല. സാധാരണ തുടക്കത്തിൽ ഞാൻ പറയാറുണ്ട് എന്തൊക്കെയാണ് സാധനങ്ങൾ എടുത്തിട്ടുള്ളതെന്നും ഒക്കെ. എന്തായാലും ഞാൻ സാധനങ്ങളൊക്കെ ഒന്ന് കാണിക്കാം. ഞാൻ അത്യാവശ്യം നമ്മുടെ ബാർബിക്യൂവിന് വേണ്ടിയിട്ടുള്ള ഇതിനെന്തോ പറയുന്നത്, പ്ലക്കറോ അങ്ങനെ എന്തോ ഒരു പേരാ, വേറൊന്നും എനിക്കറിയത്തില്ല ആ സാധനം. പിന്നെ ഒരു നൈഫ് കൊണ്ടുവന്നായിരുന്നു. ആ നൈഫ് നമ്മുടെ എപ്പോഴും ബാഗിലുള്ള നൈഫ് തന്നെ. ആ നൈഫ് വെച്ചപ്പോൾ അബി ഇത് കട്ട് ചെയ്യുന്നത്. പിന്നെ ചാർജർ എടുത്തിട്ട് ഇവിടെ വലിയ കാര്യമൊന്നുമില്ല, കാരണം മഴയാണ്. മഴയല്ല, കറണ്ടില്ല. പിന്നെ പവർ ബാങ്ക് ഉണ്ട്, 20,000 mAh ഒരു പവർ ബാങ്ക്, എംഐയുടെയാണ്. പിന്നെന്തായിരുന്നു, പിന്നെ നമ്മുടെ ബ്യൂട്ടേൻ്റെ ഫ്ലെയിം ഗണ്ണ്. നമുക്കത് ബാർബിക്യൂവിന് എന്തായാലും വളരെയധികം ഉപയോഗപ്പെടും. പിന്നെയുള്ളത് നമ്മുടെ മീൻ വെട്ടുന്ന കത്രിക, ബാക്കിയുള്ള കേബിൾസ്, ഇതൊക്കെ ഉള്ള സംഭവങ്ങൾ. പിന്നെ അത്യാവശ്യം ഒരു ടെസ്റ്റർ സ്ക്രൂ ഡ്രൈവറൊക്കെ ബാഗിൽ എപ്പോഴും ഉള്ളതാണ്. പിന്നെയുള്ളത് നമ്മുടെ പഴയ ഒരു സാധനമാണ്. ഇത് എംഐയുടെ തന്നെയാണ്, കാണുന്നുണ്ടോ? എംഐയുടെ ആണ്, കുറേ പഴയതാണ്. ഇത് അത്യാവശ്യം എമർജൻസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. നമ്മുടെ പവർ ബാങ്കിനകത്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല വെട്ടം കിട്ടുന്ന സാധനമാണ് അത്. ഏകദേശം 10-12 മണിക്കൂറോ 24 മണിക്കൂറൊക്കെ എന്നാലും അണയാത്തൊരു സാധനമാണ്. ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് തോന്നുന്നു, അതിന് കത്തുന്നില്ല. നോക്കട്ടെ. കത്തി നല്ല വെട്ടമോ, അതുകൊണ്ടോ പവർ ബാങ്കിനകത്ത് കണക്ട് ചെയ്ത് വയ്ക്കുന്നതാണ്. എന്തോ ചെറിയ ലൂസ് കോണ്ടാക്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു അതിന്. അയ്യോ, അതവിടെ ഇരിക്കട്ടെ. അത് അവിടെ എത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഞാൻ കുറച്ച് മൗണ്ടുകൾ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ വണ്ടിയിൽ വെച്ചിരുന്ന നമ്മുടെ അതുണ്ടല്ലോ, ആക്ഷൻ ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു. ആക്ഷൻ ക്യാമറ ഞാൻ ഫിറ്റ് ചെയ്തിട്ടാണ് വന്നത്. അതിനകത്തും കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട്. ആ വീഡിയോസ് നമ്മുടെ ഈ വീഡിയോയുടെ കൂട്ടത്തിൽ ഞാൻ ഉൾപ്പെടുത്തുന്നതാണ്. അവിടെ നിന്ന് വരുന്നത് ഓൾറെഡി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഉള്ളത് പിന്നെ ഞാനൊരു ക്യാപ്പ് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വെയിലൊക്കെ ആണെങ്കിൽ എന്ന് വിചാരിച്ചെടുത്തതാണ്. അത് ഉപയോഗിക്കേണ്ടി വന്നില്ല. പിന്നെ ഞാനൊരു ബെഡ്ഷീറ്റ് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം തണുപ്പാണെങ്കിൽ പുതച്ച് കിടക്കാം, അല്ലെങ്കിൽ വിരിച്ച് കിടക്കാം എന്നുള്ള ഉദ്ദേശത്തിലൊരു ബെഡ്ഷീറ്റ് എടുത്തു. പിന്നെയുള്ളത് അത്യാവശ്യം മസാലകൾ, സാധനങ്ങളൊക്കെ അത് കാണിക്കാം. വെളിച്ചെണ്ണയുണ്ട്, കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു സ്പൂണ് മസാലയൊക്കെ എടുക്കാനുള്ള. പിന്നെ മല്ലിപ്പൊടി, ഇത് സ്പെഷ്യൽ മസാലയാണ്, ഗരം മസാല ആണ്. പല കൂട്ടുകൾ വെച്ചിട്ടുണ്ടാക്കിയതാണ്. ഞാൻ അതിൻ്റെ റെസിപ്പി ഞാൻ ചെയ്യാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പിന്നീട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഉപ്പ്, 2 ടൈപ്പ് മുളക് പൊടിയുണ്ട്. കാശ്മീരി മുളക് പൊടിയുണ്ട്, നമ്മുടെ എരിവുള്ള മുളക് പൊടിയുണ്ട്, രണ്ടുമുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി. ഇത്രയും സാധനങ്ങളാണ് അതിനകത്തുള്ളത്. പിന്നെ നമ്മുടെ ടെൻ്റാണ്. ടെൻ്റ് എടുത്ത് വെളിയിലോട്ട് വയ്ക്കാം. ടെൻ്റ് വെളിയിലോട്ട് വെച്ചു. ടെൻ്റ് ഞങ്ങൾ ഇവിടെ തന്നെ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ എപ്പോഴും എൻ്റെ ബാഗിലുള്ള സാധനം, നമ്മുടെ ക്യോച്ചോയുടെ റെയിൻ കോട്ടും അതിൻ്റെ പാൻറ്റും അതുണ്ട്. അത് രണ്ടുമുണ്ട്, മഴയാണെങ്കിൽ ഉപയോഗം വരും. പിന്നെയുള്ളത് ഞാനൊരു ബ്യൂട്ടൈൻ സിലിണ്ടർ വാങ്ങിച്ചായിരുന്നു, നമ്മുടെ ഫ്ലെയിം ഗണ്ണിനും അതുപോലെ തന്നെ നമ്മുടെ ക്യാമ്പിംഗ് സ്റ്റൗവിനും ഉപയോഗിക്കാൻ വേണ്ടി. നമ്മുടെ ക്യാമ്പിംഗ് സ്റ്റൗ ആണ്. പിന്നെ ഇതിനകത്ത് അതിൽ മറ്റൊന്നുമില്ല. പിന്നെ നമ്മുടെ പോഞ്ചോ, അതായത് മൾട്ടിപർപ്പസ് ടെൻറ്റ്, എൻ്റെ പല വീഡിയോസിനകത്ത് ഉള്ളതാണ്, അത് ഉണ്ട്.
ഒരു കൈ കൊണ്ട് തുറക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട്. അതല്ലേ മൾട്ടിപർപ്പസ് ടെൻ്റാണ്. പിന്നെ അതിനുള്ളിൽ നമ്മുടെ അത്യാവശ്യം 2 നൈഫുകളുണ്ട്. പേപ്പർ കട്ടിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന നൈഫാണ്. പക്ഷേ ഇത് ഭയങ്കര യൂസാണ്. നമുക്ക് അത്യാവശ്യം ഉള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്യണമെങ്കിലോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന 2 നൈഫ് അത് ഇതിനകത്തുണ്ട്. അത്രയേ ഉള്ളൂ. ഇതിനകത്ത് വേറെ സാധനങ്ങളൊന്നുമില്ല. അപ്പോൾ അഭിജിത്തിൻ്റെ പീനട്ട് മസാല ഏകദേശമൊക്കെ റെഡിയായിക്കൊണ്ടിരിക്കുന്നു. തൊലി കളഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയാൻ വിട്ടുപോയി. ചാർക്കോൾ എടുത്തിട്ടുണ്ട് ഞാൻ. കണ്ടില്ലേ, ചാർക്കോൾ കൊണ്ടുവന്നായിരുന്നു. ഇത് ബൈക്കിൻ്റെ ഒരു സൈഡിലും മറ്റേ സൈഡിലൊരു കന്നാസും. ആ കന്നാസ് ഞാൻ ഒന്ന് കാണിക്കാം. അത് എന്താണ് എന്നുള്ളത് സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ. ഇതാണ് ആ കന്നാസ്. ഞാൻ ബൈക്കിൻ്റെ സൈഡിൽ കെട്ടി വെച്ചിട്ടുണ്ടെന്ന് ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നതാണ്. വേറൊന്നുമല്ല, പെട്രോളാണ്. അതെന്തിനാണ് കൊണ്ടുവന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പിന്നീട് പറയാം. സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ. അങ്ങനെ പീനട്ട് മസാല റെഡി. നോക്കട്ടെ വീത്തെ ഇങ്ങോട്ടൊന്ന്. ആദ്യം പിതൃക്കന്മാർക്ക് കൊടുക്കുക. പിതൃക്കന്മാർക്ക് ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്നേ. അബീത്തിൻ്റെ പീനട്ട് മസാല. കുറച്ചേരി ഇരിക്കണം തോന്നുന്നേ. സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ, ഇഷ്ടപ്പെട്ടു. അതെന്തൊക്കെ ചേർത്തെ? ഉള്ളി, തക്കാളി, പച്ചമുളക്, തക്കാളി, നാരങ്ങ നീര്, വിനേഗർ അല്ലേ, ഉപ്പ്, വേറെ എന്തോളെ? മല്ലിയില ഉണ്ട്. ചെറിയ എരിവും ചെറിയ പുളിയും ചെറിയ ഉപ്പും നമുക്ക് നമ്മുടെ കപ്പലണ്ടിയും. അടിപൊളി. ഉപ്പായിരുന്നു കേട്ടോ. ടേസ്റ്റ് ഉണ്ട്. കഴിച്ചു പോവാം. ഓക്കെ, ഇനി ആദ്യം ചിക്കൻ്റെ പ്രിപ്പറേഷനിലോട്ട് പോവാം. അപ്പോൾ ഞങ്ങളങ്ങനെ ചിക്കനൊക്കെ റെഡിയാക്കി ബാർബിക്യൂനുള്ളത് പുരട്ടി വെച്ച് കുറച്ച് സമയമായി. നമ്മുടെ സ്പെഷ്യൽ മസാലയാണ്. അതിൻ്റെ റെസിപ്പിയൊക്കെ നമ്മൾ പിന്നീട് ഒരു ദിവസം പറയുന്നതായിരിക്കും. കുറച്ച് ചിക്കൻ എടുത്തിട്ട് നമ്മൾ കറിയാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇത് 2 ലെഗ് പീസ് മൊത്തത്തിൽ വരുന്നതും പിന്നെ ചിറവിൻ്റെ കുറച്ച് ഭാഗവും ഏകദേശം 4 പീസുണ്ട്. വലിയ പീസാണ്. പിന്നെ ബാക്കിയുള്ളതെടുത്ത് ഞങ്ങൾ ഒരു കോഴിയാണ് വാങ്ങിച്ചത്. അപ്പോൾ അതിൻ്റെ കഴുത്തും അതുപോലെ ലിവറും ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം കൂടി എടുത്ത് പിന്നെ ബാക്കി ഉണ്ടായിരുന്ന ഇറച്ചിയെല്ലാം കൂടെ കട്ട് ചെയ്തിട്ടിട്ട് കറിക്ക് വെച്ചേക്കാണ്. ബാക്കി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി പിന്നെ ഇഞ്ചി അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചതച്ചിടണം. തക്കാളി എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പച്ചമുളക് വെച്ചിട്ട് പിന്നെ ഉള്ളി സവോളയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി ഇത് പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ഒരു ബ്യൂട്ടൈൻ സിലിണ്ടറേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ചാർക്കോളൊക്കെ ഒന്ന് റെഡിയാക്കി ഇവനെ ഒന്ന് അടുപ്പിലോട്ട് കയറ്റിയതിന് ശേഷം മാത്രമേ നമ്മൾ ചിക്കൻ പ്രിപ്പയർ ചെയ്യുന്നുള്ളൂ. പ്രിപ്പയർ ചെയ്ത് ഇപ്പോൾ വൈകിട്ടത്തേനും രാവിലത്തേനും കൂടി കാണും മിക്കവാറും ചിക്കൻ കറി. പിന്നെ ബാക്കി നാളെ അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം തക്കാളിയും സവോളയും ഉള്ളിയും ഇഞ്ചിയൊക്കെ കയ്യിലിരിപ്പുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇനിയിപ്പം അടുപ്പൊന്ന് റെഡിയാക്കാൻ പോവാണ് ബാർബിക്യൂവിന് വേണ്ടിയിട്ട്. ഗ്രില്ലിലൂടെ കിടപ്പുണ്ടായിരുന്നു. നോർമൽ മെഷാണ്, മറ്റേ ഞാൻ ഉപയോഗിക്കുന്ന സ്റ്റെയിൻലെസ് സ്റ്റീലല്ല. കാരണം അത് കൊണ്ടുവരാൻ നോക്കിയപ്പോൾ കുറച്ച് ഹെവി ആയിരുന്നു, അതുകൊണ്ട് കൊണ്ടുവന്നില്ല. അപ്പം ആ മെഷൊക്കെ ഒന്ന് ക്ലിയർ ആക്കിയിട്ട് അടുപ്പൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് ഇവനെ ഒന്ന് അടുപ്പിലോട്ടാക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബാർബിക്യൂ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ചാർക്കോൾ ഒക്കെ ഒന്ന് റെഡിയാക്കാനുള്ള പരിപാടിയാണ്. നമ്മുടെ ഫ്ലെയിം ഗണ്ണിൻ്റെ ഗുണം ഇതാണ്, മനസ്സിലായില്ലേ? ഇതിനെ കത്തിച്ച് വിടുക. പൊട്ടും കേട്ടോ, ഈ കരിയുടെ പ്രശ്നം ഇതാണ്. കാറ്റുണ്ട്. ഇച്ചിരി പേപ്പർ വെച്ച് കത്തിച്ച കേട്ടോ. കത്തിയ കരിയിലൊക്കെ പിടിച്ചു കഴിയുമ്പോഴത്തേനും നല്ല ഇതാവും. നല്ല പൊട്ടര വിടുന്നുണ്ട്. കാണിച്ച്
അമ്മേ തീ പൊട്ടിത്തെറിക്കും കേട്ടോ. എന്താ കൈ പൊള്ളിയേ. നമ്മൾ കനലൊക്കെ റെഡിയാക്കി. കുറച്ച് കത്താൻ പാടുണ്ടായിരുന്നു, എനിക്ക് തണുത്തിരുന്നോണ്ടായിരിക്കും കൈയെല്ലാം പൊള്ളി സത്യം പറഞ്ഞാൽ. കാരണം നമ്മൾ ഈ ഫ്ലെയിം അടിക്കുമ്പോഴത്തേന് ഭയങ്കരമായിട്ടത് ഇങ്ങനെ എന്താ പറയുക പൊട്ടിത്തെറിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അത് റെഡി ആവട്ടെ. റെഡി ആകുമ്പോഴത്തേക്കും നമ്മളടുത്ത് കറി റെഡിയാക്കാൻ പോകണം. അപ്പോൾ നമ്മുടെ ഗ്രില്ല് റെഡി ആകുമ്പോഴത്തേനും ചിക്കൻ കറി ഒന്ന് റെഡിയാക്കാൻ പോകണം. നമ്മുടെ ബ്യൂട്ടൻ സ്റ്റൗവിനകത്ത് വിറകൊക്കെ ഉണ്ട്, പക്ഷേ ഇവിടെ വന്ന സമയത്ത് താമസമുണ്ട്. അത് റെഡിയാക്കി എടുക്കാനുള്ളൊരു ഇത് കിട്ടിയില്ല, കാരണം ഇരുട്ടിപ്പോയി. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ അപ്പോൾ അതില്ലാത്തതുകൊണ്ട് വിറവില്ലാത്തതുകൊണ്ട് തൽക്കാലം നമ്മുടെ ബ്യൂട്ടൻ സ്റ്റൗവിനകത്ത് റെഡിയാക്കുകയാണ്. ചട്ടിക്കത് വയ്ക്കാൻ പോണേ. അപ്പോൾ ഞങ്ങളങ്ങനെ കാട്ടിനകത്തിരുന്ന് ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഉള്ളി, പച്ചമുളക്, സവോള, ഇഞ്ചി, വെളുത്തുള്ളി ഇത് വഴറ്റിക്കൊണ്ടിരിക്കുക. കറിവേപ്പിലയുടെ കാര്യം ഞങ്ങൾ മറന്നുപോയി, അതുകൊണ്ട് കറിവേപ്പില ഇല്ലാതെ തന്നെ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് കേട്ടോ. കുഴപ്പമില്ല, ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നല്ലേ. അപ്പോൾ നമ്മുടെ ബാർബിക്യൂ ഔട്ടിരുന്ന് പൊട്ടിത്തെറിക്കുന്നുണ്ട്. മിക്കവാറും ബാർബിക്യൂ പൊട്ടിത്തെറിച്ച് ബാർബിക്യൂ ആവും തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഉള്ളിയൊക്കെ വഴറ്റിയിട്ട് മസാലയൊക്കെ ഇട്ട് ഞങ്ങൾ സെറ്റാക്കിയിട്ട് കാണിക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്ത് അഭിജിത്ത് ഒരു സ്പെഷ്യൽ ചപ്പാത്തി ഉണ്ടാക്കുകയാണ്. കാരണം നമ്മുടെ ബാർബിക്യൂവിൻ്റെ മുകളിൽ ഇട്ടിട്ട് വേവിക്കുകയാണ്. കാരണം ഇനിയിപ്പോൾ വേറെ ഇതൊന്നും വെക്കണ്ട. പക്ഷേ സംഭവം നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. അതെ, ഒന്ന് കാണിച്ചു തരാം. അവനിങ്ങനെ ജ്യൂസി ആയിട്ടിരിക്കുക. അതിൻ്റെ മുകളിലിട്ട് ചപ്പാത്തി റെഡിയാക്കുവാണ്. അപ്പോൾ അതിൻ്റെ മണവും ആ ടേസ്റ്റും ഒക്കെ അതിനകത്തൂടെ പിടിക്കുമെന്ന് തോന്നുന്നു. നോക്കട്ടെ. അങ്ങനെ നമ്മുടെ ബാർബിക്യൂ റെഡി. നല്ല അടിപൊളിയായിട്ട്, നല്ല ക്രിസ്പി ആയിട്ട്, എന്നാൽ ജ്യൂസി ആയിട്ട്, ക്രിസ്പിയും ജ്യൂസിയും എല്ലാം ആയിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ചപ്പാത്തി അവിടെ റെഡി ആയിട്ട് നമ്മൾ ഫുഡ് അടിക്കാനുള്ള പരിപാടിയാണ്. ചപ്പാത്തി അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ബാർബിക്യൂ നമ്മുടെ അടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ്റെ അവസ്ഥയാണെന്ന് കാണിക്കാം. ചിക്കൻ എന്തായെന്നുള്ളത്. ചിക്കൻ ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുന്നു. അയ്യോ ചൂട്. നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ തിളന്ന് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പം കൂടി വെന്ത് കഴിയുമ്പോൾ ചിക്കനും ഓക്കെ ആവും. കറി റെഡി ആകുന്നതായിരിക്കും. അപ്പോൾ ചിക്കൻ കറി അവിടെ നിന്ന് ആകുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ബാർബിക്യൂ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ബാർബിക്യൂ ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ഞാൻ ഇതുവരെ ടേസ്റ്റ് ചെയ്തില്ല. എൻ്റെ പൊന്നോ ചൂട്. ഈ വീസ എടുത്തല്ലോ, ചൂടുണ്ട് കേട്ടോ. നല്ല ചൂടാണ്. നല്ല ജ്യൂസി ആയിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. പുറത്ത് കുറച്ച് ക്രിസ്പി ആയിട്ടുണ്ട്, അതുപോലെ കുറച്ച് ജ്യൂസി ആയിട്ടുണ്ട്. ടേസ്റ്റ് നോക്കുകയാണ്. അടിപൊളിയായിട്ട് നല്ല ജ്യൂസി ആയിട്ടിരിക്കുകയാണ്. അതായത് ഒരുപാട് മൊരിഞ്ഞിട്ടില്ല, പക്ഷേ സംഭവം അടിപൊളിയായിട്ടുണ്ട്.
കാരണം നാച്ചുറലായിട്ടുള്ളൊരു റെസിപ്പി നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. കൂടുതൽ അതിനകത്ത് മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല. ഉപയോഗിച്ചിരിക്കുന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഉള്ളി, പച്ചമുളക്, ചെറിയ ഉള്ളി, അതുപോലെ കാശ്മീരി മുളക് പൊടി, അതുപോലെ കുറച്ച് നമ്മുടെ അല്ലാത്ത എരിവുള്ള മുളക് പൊടി, സാധാ മുളക് പൊടി, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ നമ്മുടെ മസാല, അതായത് ഗരം മസാലയാണ്, ഗരം മസാല, പിന്നെ നോർമൽ ഉപ്പ്, മറ്റു കാര്യങ്ങളും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളൂ. പക്ഷേ സംഭവം അടിപൊളിയായിട്ടുണ്ട്. പിന്നെ അതിനകത്ത് നമ്മൾ നാരങ്ങാ നീര് ആഡ് ചെയ്തിട്ടുണ്ട്, അല്പം വിനാഗിറും യൂസ് ചെയ്തിട്ടുണ്ട്. സംഭവം എന്തായാലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ കഴിച്ചിട്ട് ഇപ്പോൾ ചിക്കൻ അല്പം റെഡി ആകുമ്പോഴത്തേക്കും, ചിക്കൻ ഇച്ചിരി റെഡി ആകുമ്പോഴത്തേനും കഴിക്കാനുള്ള പ്ലാനിലാണ്. എന്തായാലും സംഭവം ഇന്ന് സെറ്റായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. കുറച്ച് സമയമെടുത്തു, കാരണം നമ്മുടെ ചാർക്കോളൊന്ന് റെഡിയായി വരാൻ അല്പം സമയം എടുത്തു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാൾ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ട് കുറച്ച് നാളായ ചാർക്കോളായിരുന്നു. അപ്പോൾ അത് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നനവുണ്ടായിരുന്നു. കാരണം നമ്മൾ നല്ല മഴയായിരുന്നല്ലോ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നല്ല മഴയായിരുന്നു. തണുപ്പ് കൊണ്ട് ആയതാണെന്ന് അറിയത്തില്ല, തീ പിടിക്കാനൊക്കെ കുറച്ച് താമസിച്ചു. എന്തായാലും സംഭവം ഇപ്പം ചെയ്ത് വന്നപ്പോഴത്തേന് അടിപൊളിയായിട്ടുണ്ട്. ഈ ഒരു എന്താ പറയുക, കൊടുങ്കാടിൻ്റെ നടുവിൽ ഉള്ളൊരു സ്റ്റേയും ഇവിടെ വെച്ചുള്ളൊരു ബാർബിക്യൂവും ഒരു പ്രത്യേക ഫീലാണ്. പിന്നെ ഇവിടെ സത്യം ഇതിനിടയ്ക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഏതൊക്കെയോ മൃഗങ്ങൾ ഇതുവഴിയൊക്കെ പോകുന്ന ഒരു സൗണ്ടും മറ്റു കാര്യങ്ങളൊക്കെ ഞങ്ങൾ കേട്ടു. പക്ഷേ എന്താ പറയുക, എന്താണെന്നറിയത്തില്ല. ഒന്നുകിൽ ഇവിടെ പലതരം മൃഗങ്ങളുണ്ട്. ഒന്ന് പന്നി, അതുപോലെ കേഴ, പിന്നെ മറ്റുള്ള മരപ്പട്ടി, കുറുക്കൻ, പിന്നെ ഇങ്ങനെയുള്ള അതുപോലെ മുള്ളം പന്നി, ഇങ്ങനെയൊക്കെയുള്ള മൃഗങ്ങളുണ്ടെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. പിന്നെ ഇതിൽ കൂടുതലായിട്ട് വലിയ വലിയ മൃഗങ്ങളുണ്ടോയെന്ന് അറിയത്തില്ല. എന്തായാലും ചെറിയൊരു ഭീകര അന്തരീക്ഷമാണ്, അറിയത്തില്ല. എന്തായാലും നോക്കാം. കാടിൻ്റെ ആ ഒരു എന്താ പറയുക, ഇത് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ചുറ്റുവട്ടത്തെങ്ങും ഒരു മനുഷ്യനും ഇല്ലാത്തൊരു ഇതിലാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 2-3 കിലോമീറ്റർ പോയെങ്കിൽ മാത്രമേ ഒരു വീടെങ്കിലും കാണാൻ പറ്റത്തുള്ളൂ, അത്രയും ഉള്ളിലാണിത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് നാളെ കാണാം. പകൽ സമയത്ത് നമ്മൾ പോയിട്ട് അതിൻ്റെ വീഡിയോസ് എല്ലാം എടുക്കുന്നുണ്ട്. ഇവിടെ പല വ്യൂ പോയിൻറ്റ്സ് ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. എന്തായാലും നോക്കട്ടെ. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കട്ടെ. ഭക്ഷണം കഴിച്ചിട്ട് ഇനിയിപ്പോൾ ടെൻറ്റ് സത്യം പറഞ്ഞാൽ ചെയ്തിട്ടില്ല. നമ്മുടെ ടെൻറ്റ് ഇനി ചെയ്യണം, സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഒന്ന് ഉറങ്ങണം. സമയം നല്ല ഏകദേശം എനിക്കൊന്ന് 1 മണിയാണോ 2 മണിയാണ് അല്ലേ? ഓക്കെ, 2 മണിയായിപ്പോൾ, രാത്രി 2 മണിയായി. നല്ല ടയർഡാണ്, നല്ല ഉറക്കം വരുന്നുണ്ട് സത്യം പറഞ്ഞാൽ. ഒട്ടും മേല. കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്നുള്ള യാത്ര, കാരണം കുറേ നാൾക്ക് ശേഷമാണ് ബൈക്കിൽ ഇത്രയും ദൂരം യാത്ര ചെയ്യുന്നത്. യാത്ര ചെയ്ത് ഇവിടെ വന്ന്, അതുപോലെ അവിടെ നിന്ന് ഇങ്ങോട്ട് ട്രക്ക് ചെയ്ത് കയറി വന്നൊരു സംഭവം, ആ ഒരു ഏരിയ കാണിച്ചു തരാം. അപ്പോൾ അത് കാണുമ്പോൾ മനസ്സിലാവും. കാരണം നല്ല ടയർഡായി, ഇത്രയും ലേറ്റായി. ഇനിയിപ്പം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ടെൻറ്റ് ചെയ്തിട്ട് കിടന്ന് ഉറങ്ങട്ടെ. രാവിലെ കാണിക്കാം നമ്മൾ എവിടെയാണ് ടെൻറ്റ് ചെയ്തതെന്നുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കുകയാണ്. ഭക്ഷണം കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമുക്ക് നാളെ കാണാം. ഓക്കെ, അപ്പോൾ ബൈ. രാവിലെ ഇവിടെ വരുമ്പോൾ ഉള്ള കിളികളുടെയൊക്കെ സൗണ്ടും ഒരു പ്രത്യേക ഒരു വൈബാണ് കേട്ടോ.